ഇറാന്റെ ആഭ്യന്തര സംഘർഷം മറയാക്കി ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും എടുത്ത തീരുമാനം അവർക്ക് തന്നെ വിനയായി മാറി. ഇറാനിലെ ആഭ്യന്തര സംഘർഷം ഇറാൻ ഭരണകൂടം മെല്ലെ മെല്ലെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഖൊമൈനി ശക്തമായ വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ പരമാധികാരത്തിൽ കയറി കളിച്ചാൽ ഇസ്രായേലല്ല അമേരിക്ക ആയാലും ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ഖൊമൈനി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ഖൊമൈനി പറഞ്ഞിരിക്കുന്നു. ഖൊമൈനിയുടെ ഗർജനം കേട്ട് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി മതിയാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിൽ ആഭ്യന്തര സംഘർഷം നടക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ, അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മൂലം ഇറാൻ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഖൊമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ കിട്ടിയ അവസരം മിതവാദികൾ പ്രയോഗിക്കുന്നു. അവർ തെരുവിൽ ഇറങ്ങി. എന്നാൽ തെരുവിൽ ഇറങ്ങിയ അവരെ ഇറാൻ ഭരണകൂടം തന്നെ കൈകാര്യം ചെയ്ത് ഒതുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാനിലെ കാര്യങ്ങൾ അമേരിക്ക സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും പ്രതിഷേധക്കാരെ തൊട്ടാൽ താൻ ഇടപെടുമെന്നുമൊക്കെ ട്രംപ് ഗീർവാണം അടിച്ചിരുന്നു. അതിനിടയിലാണ് വെനസ്വേലൻ പ്രസിഡന്റ് മദുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച് ട്രംപ് തട്ടിക്കൊണ്ടുപോയത്. ഇത് ഇറാനെ പ്രകോപിതരാക്കിയിരിക്കുന്നു. വെനസ്വേലയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിശബ്ദനായ ഖൊമൈനി ഗർജിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിൽ കയറി കളിച്ചാൽ അമേരിക്കയെ ചുട്ടുചാമ്പലാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഗർജനത്തിൽ അമേരിക്ക ഭയന്നിരിക്കുന്നു. മുമ്പ് യുദ്ധം നടന്നപ്പോൾ അമേരിക്കയുടെ ഖത്തറിലെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചിരുന്നു. അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി പോയി. അതോടുകൂടിയാണ് അമേരിക്ക യുദ്ധം നിർത്താൻ തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് ഇറാന്റെ ആഭ്യന്തര സംഘർഷം മുതലെടുത്ത് ഖൊമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കാനും യുദ്ധ കുറ്റവാളിയാക്കാനും അമേരിക്ക മുന്നോട്ട് വന്നു. ഇസ്രായേലിനോട് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പച്ചക്കൊടി കാട്ടി. എന്നാൽ ഇറാൻ തളർന്നിട്ടില്ലെന്നും ഇറാന്റെ കയ്യിൽ ആയുധങ്ങളുണ്ടെന്നും ഇപ്പോൾ ഖൊമൈനി വ്യക്തമാക്കിയിരിക്കുന്നു. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ, തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന്മേൽ ആര് കളിച്ചാലും തിരിച്ചടിക്കും എന്ന ഖൊമൈനിയുടെ വാക്കുകൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് മദുറോയെ തട്ടിക്കൊണ്ടുപോയതിൽ അമേരിക്കയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ മാത്രമാണ്, അമേരിക്കയുടെ വാലാട്ടിയായ യൂറോപ്യൻ യൂണിയൻ മാത്രമാണ് അമേരിക്കയ്ക്കൊപ്പം ഉള്ളത്. ചൈനയും ഉത്തര കൊറിയയും റഷ്യയും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ മദുറോയെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല, വെനസ്വേലയിലെ സാധാരണ ജനങ്ങൾ മദുറോയെ ആരാധിക്കുന്നു. മദുറോ അവർക്ക് വിപ്ലവ നായകനാണ്. മദുറോ അവർക്ക് രക്തസാക്ഷിയാണ്. ഇതൊക്കെയാണ്. മദുറോ അവർക്ക് വിപ്ലവ നായകനാണ്, മദുറോ അവർക്ക് രക്തസാക്ഷിയാണ്. അത്രയേറെ വികാരമാണ് വെനസ്വേലൻ തെരുവുകളിൽ മദുറോയ്ക്ക് വേണ്ടി ഉയരുന്നത്. വെനസ്വേലൻ ഭരണകൂടം ഇപ്പോഴും അമേരിക്കയ്ക്ക് കീഴടങ്ങിയിട്ടില്ല. ചൈനയും ഉത്തര കൊറിയയും റഷ്യയും ഇറാനുമൊക്കെ വെനസ്വേലയ്ക്ക് വേണ്ടി വാദിക്കുന്നു. വെനസ്വേലയെ കീഴടക്കിയതുപോലെ ഇറാനെ ചെന്ന് ഞൊട്ടാനാണ് ട്രംപിൻ്റെ തീരുമാനം. അങ്ങനെ ഞൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടി മാരകമായിരിക്കും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ചുരുക്കത്തിൽ ഖൊമൈനി വീണ്ടും ലോക രാഷ്ട്രങ്ങളുടെ തലവനായി മാറുകയാണ്. അധിനിവേശത്തിനെതിരെ പൊരുതുന്ന ജനതയുടെ നേതാവായി ഖൊമൈനി മാറുകയാണ്. തങ്ങളുടെ ആഭ്യന്തര സംഘർഷം തങ്ങൾക്ക് നിയന്ത്രിക്കാൻ അറിയാമെന്ന് ഇറാൻ അമേരിക്കയോട് പറയാതെ പറഞ്ഞിരിക്കുന്നു. ഖൊമൈനിക്കെതിരെ നടക്കുന്ന ആ കലാപം അടിച്ച് അമർത്തുകയാണ്, അല്ലെങ്കിൽ ഒതുക്കുകയാണ് ഇറാൻ ഭരണകൂടം. ഇതിനു മുമ്പും ഖൊമൈനിക്കെതിരെ കലാപം ഉണ്ടായിട്ടുണ്ട് ഇറാനിൽ. പലതരത്തിലുള്ള കലാപങ്ങൾ അടിച്ചമർത്തി വളർന്നു വന്ന നേതാവാണ് ഖൊമൈനി, ഇറാന്റെ പരമോന്നത നേതാവ്. ഖൊമൈനിയെ വധിക്കുക, അല്ലെങ്കിൽ യുദ്ധ കുറ്റവാളിയാക്കുക, ഇറാനെ ആക്രമിച്ച് ഇറാനെ കീഴടക്കുക, ഇറാന്റെ സമ്പത്ത് കൊള്ളയടിക്കുക, ഇതൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യം.
പക്ഷേ വെനസ്വലയല്ല ഇറാൻ, ഇറാഖല്ല ഇറാൻ. അവർ യുദ്ധത്തിലൂടെ വളർന്നു വന്ന ജനതയാണ്. അവർ പ്രതിരോധിക്കും അവർക്ക് ആവുന്ന വിധത്തിൽ. അവരുടെ ശക്തി, മാരകമായ ശക്തി, മുമ്പ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക തിരിച്ചറിഞ്ഞു. അവരുടെ ആണവ നിലയങ്ങളെ തകർക്കാനുള്ള അമേരിക്കയുടെ പരിപാടികളെല്ലാം ചീറ്റിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം. എന്തായാലും ഇറാൻ ഇപ്പോഴും ബാലിസ്റ്റിക് മിസൈലുകൾ തദ്ദേശീയമായി നിർമ്മിക്കുകയാണ്. ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം തന്നെയുണ്ട്, ഡ്രോണുകളുടെ ശേഖരം തന്നെയുണ്ട്. ആണവായുധം ഇറാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വ്യക്തത ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഇറാന്റെ പരമാധികാരത്തിന്മേൽ കളിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഇറാനെ ആക്രമിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ട്രംപ് പിന്മാറുകയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി തന്നെ ഇസ്രായേലിന് ലഭിക്കും. ട്രംപിൻ്റെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല. ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ച് ഇറാനോട് ഏറ്റുമുട്ടി ജയിക്കാൻ ആവില്ല. അതുകൊണ്ടാണ് മുമ്പത്തെ യുദ്ധത്തിൽ അമേരിക്ക ഇറങ്ങിയതും ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതും. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചുവെങ്കിലും ഇറാന്റെ ആണവ പദ്ധതിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ബോംബിംഗ് നടത്തിയെങ്കിലും ആണവ സമ്പുഷ്ടീകരണ ഉപകരണങ്ങൾ ഇറാൻ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചുക്കും ചുണ്ണാമ്പും അമേരിക്കയുടെ ആക്രമണത്തിൽ സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര സംഘർഷം കനക്കുകയാണ്. ആ ആഭ്യന്തര സംഘർഷം റിപ്പോർട്ട് ചെയ്യാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ നാട്ടിലെ ആഭ്യന്തര സംഘർഷം, തങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ കലാപം തങ്ങൾ ഒതുക്കിക്കോളാം എന്നാണ് അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാൻ പറയുന്നത്. അതിന് ഒരു വിദേശ ശക്തി ഇടപെട്ടാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ പറയുന്നു. വെനസ്വലയ്ക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം, നിക്കോളാസ് മദുറോയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾക്കിടയിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത് അമേരിക്കയ്ക്ക് നേരെ. ഉത്തര കൊറിയയെ കയറി കളിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. അവർ അതുപയോഗിച്ച് തിരിച്ചടിക്കും. ഇറാന്റെ നേരെ കളിച്ചു കഴിഞ്ഞാൽ ഖൊമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള എന്തെങ്കിലും നടപടികൾ എടുത്താൽ ഇറാനിലെ ഭൂരിഭാഗം വരുന്ന ജനത ചാവേറുകളായി മാറും. ഇറാന്റെ കരസൈന്യം, റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമാണ് ഇപ്പോഴും. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച കരസൈന്യത്തിൽ ഒന്നാണ് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. എന്തായാലും അവരും ജാഗ്രതയിലാണ്. ഖൊമൈനിയുടെ ഗർജനം, ഖൊമൈനിയുടെ തീവാറുന്ന വാക്കുകൾ അമേരിക്കയെ പിന്തിരിപ്പിച്ചിരിക്കുന്നു ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന്.